കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവും ചുമത്ത ഓരോരുത്തരാണ് അവന്റെ അടുത്തവന് തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളുമായി ക്രൈസ്തവരുടെ ഓശാന തിരുനാൾ ആഘോഷം നടന്നു. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള ആഘോഷപൂർവമായ ആഗമനത്തെപ്പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോലകളുടെ ആശീർവാദവും കുരുത്തോല വഹിച്ചുള്ള പ്രദക്ഷിണവും നടന്നു. രാവിലെ 6:30 പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിച്ചു. മുതിർന്നവർക്കുള്ള കുർബാനകളും പ്രത്യേകമായി നടന്നു. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ എന്ന് അറിയപ്പെടുന്നത്. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവു മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന എന്നുപാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെയാണ് അന്നേ ദിവസം അനുസ്മരിക്കുന്നത്. ഓശാന ഞായറോടുകൂടി ക്രൈസ്തവ സഭകൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു. ഓശാന ഞായർ മുതൽ ഉയർപ്പ് ദിവസം വരെയുള്ള ഒരാഴ്ചക്കാലം ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. പഴയന്നൂർ മാർത്ത മറിയം സിംഹാനപ്പള്ളിയിൽ ഫാദർ ഗീവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സണ്ണി ഫിലിപ്പോസ്, കെ തോമസ് എന്നിവർ നേതൃത്വം വഹിച്ചു. മാർച്ച് 31-നാണ് ഈസ്റ്റർ ദിനാഘോഷം. പഴയന്നൂർ സെന്റ് ഡൊമിനിക് പള്ളിയിലും ഓശാന തിരുനാൾ ആഘോഷം നടന്നു.